failure of prior disposition will lead to the ulterior disposition to take effect. അപ്പം ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രയർ ഡിസ്പോസിഷൻ ഫെയിൽ ചെയ്യുന്നത്, പ്രയർ ഡിസ്പോസിഷൻ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഈ ഒരു പെർട്ടിക്കുലർ രീതിയിൽ തന്നെ ഫെയിൽ ചെയ്തിരിക്കണം എന്നെങ്കിൽ മാത്രമേ രണ്ടാമത്തെ അൾട്ടീരിയർ ഡിസ്പോസിഷൻ ടേക്ക് എഫക്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഫാഷനിൽ തന്നെ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ രീതിയിൽ തന്നെ ഈ ഫസ്റ്റ് ഡിസ്പോസിഷൻ ഫെയിൽ ചെയ്താൽ മാത്രമേ അൾട്ടീരിയർ ഡിസ്പോസിഷൻ ടേക്ക് എഫക്ട് ചെയ്യുള്ളൂ. അപ്പം അതും സെക്ഷൻ 27 കവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ അകത്ത് ഒരു എക്സാമ്പിൾ അവർ പറഞ്ഞിരിക്കുന്ന ഒരു ഇലസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സി എ ട്രാൻസ്ഫേഴ്സ് ₹500 to ബി ഓൺ കണ്ടീഷൻ ദാറ്റ് ബി ഷാൽ എക്സിക്യൂട്ട് എ സർട്ടൻ ലീസ് വിത്തിൻ 3 months of A's death. And in അപ്പോൾ അതാണ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ. ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഇലസ്ട്രേഷൻ്റെ അകത്ത് വന്നേക്കുന്ന നമ്മുടെ സെക്ഷനിൽ തന്നെയുള്ള ഇലസ്ട്രേഷൻ ആണ്. സോ അതിന്റെ അവർ പറഞ്ഞിരിക്കുന്ന ഒരു ഇലസ്ട്രേഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രയർ ട്രാൻസാക്ഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എ ട്രാൻസ്ഫേഴ്സ് ₹500 to ബി. അപ്പോൾ അതാണ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഒരു കണ്ടീഷണൽ ട്രാൻസാക്ഷൻ ആണ്. സോ വാട്ട് ഈസ് ദ കണ്ടീഷൻ? കണ്ടീഷൻ ഈസ് ദാറ്റ് B shall execute a certain lease within 3 months after A's death. അപ്പം എയുടെ മരണം കഴിഞ്ഞ് ഒരു 3 മാസത്തിനകം ബി ഒരു ലീസ് എക്സിക്യൂട്ട് ഏതോ ആയിക്കോട്ടെ ഒരു ലീസ് എക്സിക്യൂട്ട് ചെയ്യണം. ആ ലീസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ബിക്ക് ഈ ₹500 കിട്ടുക. സോ ₹500 ബിക്ക് കിട്ടുക എന്നുള്ളതാണ് പ്രയർ ട്രാൻസ്ഫർ ഫസ്റ്റ് ഡിസ്പോസിഷൻ. അതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ് എക്സിക്യൂട്ട് ചെയ്യുക എയുടെ ഡെത്ത് കഴിഞ്ഞ് 3 മാസത്തിനകത്തുള്ളതാണ് അതിന്റെ കണ്ടീഷൻ. സോ ദർ ഈസ് എ കണ്ടീഷണൽ ട്രാൻസ്ഫർ ഇൻ ഫേവർ ഓഫ് ബി. Now what is the second or the ulterior disposition? Ulterior disposition says the same document. Ulterior disposition പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ in failure to what you call materialize the first transfer, then the property shall go to C എന്നാണ് പറയുക. അപ്പൊ അൾട്ടീരിയർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ട്രാൻസ്ഫർ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ₹500 സിക്ക് പോകുന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ അകത്ത് എന്താ സംഭവിച്ചത്? ഇതിന്റെ അകത്ത് ഈ പ്രോപ്പർട്ടി ബി ഡൈസ് ഡ്യൂറിങ് എസ് ലൈഫ് ടൈം. ബി എയുടെ ലൈഫ് ടൈമിൽ മരിച്ചു. അപ്പം ബി എയുടെ ലൈഫ് ടൈമിൽ മരിച്ചത് കൊണ്ട് ഈ ബിക്ക് കൊടുത്തുള്ള ഒരു കണ്ടീഷൻ ഇനി നടക്കില്ല. കാരണം ബി ഒരു ലീസ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ കണ്ടീഷൻ. സോ നൗ ദ കണ്ടീഷൻ ഈസ് നോട്ട് പോസിബിൾ ടു ഗെറ്റ് കംപ്ലൈഡ് വിത്ത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു ട്രാൻസ്ഫർ ഫെയിൽ ആയി. സോ ദ ട്രാൻസ്ഫർ ഇൻ ഫേവർ ഓഫ് ബി ഹാസ് ഫെയിൽഡ് ബിക്കോസ് ബി ഡൈഡ് ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് എ. അപ്പൊ അങ്ങനെ വന്നതുകൊണ്ട് ഫസ്റ്റ് ട്രാൻസ്ഫർ ഫെയിൽ ആയി. സോ ഓട്ടോമാറ്റിക്കലി ദ സെക്കൻഡ് ട്രാൻസ്ഫർ, ദ അൾട്ടീരിയർ ട്രാൻസ്ഫർ ഇൻ ഫേവർ ഓഫ് സി വിൽ ടേക്ക് എഫക്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ₹500 ആർക്ക് പോവും? സിക്ക് പോവും. അപ്പം ഈ ഒരു ഡോക്ട്രിനാണ് ഡോക്ട്രിൻ ഓഫ് ആക്സലറേഷൻ. ഫസ്റ്റ് ട്രാൻസ്ഫർ ഏതോ കാരണം കൊണ്ട് ഫെയിലായി. അങ്ങനെ ഫെയിൽ ആകുമ്പം അതേ ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന അൾട്ടീരിയർ ട്രാൻസ്ഫർ ടേക്ക് എഫക്ട് ചെയ്യുന്നതാണ്. ദിസ് ഡോക്ട്രിൻ ഈസ് കോൾഡ് ദ ഡോക്ട്രിൻ ഓഫ് ആക്സലറേഷൻ. ഇനി ഉള്ളൊരു ഈ സെക്ഷൻ 28 ഉണ്ട്. അപ്പോൾ സെക്ഷൻ 28ഉം സം കൈൻഡ് ഓഫ് ഒരു സിമിലർ ഒരു സെക്ഷൻ ആണ്. സോ ദാറ്റ് ഓൾസോ ടേക്സ് അബൌട്ട് ആൻ അൾട്ടീരിയർ ഡിസ്പോസിഷൻ. അപ്പം സെക്ഷൻ 28ഉം 27ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 28 ഇറ്റ്സ് നോട്ട് ആക്സലറേഷൻ. സെക്ഷൻ 28 പറയുന്നത് നമ്മൾ പറഞ്ഞതാണ് കണ്ടീഷൻ സബ്സിക്വന്റിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടൊരു സെക്ഷനാണ് സെക്ഷൻ 28. അപ്പം അതിൻ്റെ അകത്ത് പറയുന്നത് ഈ അൾട്ടീരിയർ ഡിസ്പോസിഷൻ, രണ്ടാമത്തെ ഡിസ്പോസിഷൻ വിൽ ഹാപ്പൻ ഫസ്റ്റ് ആദ്യത്തെ ട്രാൻസ്ഫർ വിൽ ഹാപ്പൻ വിത്തൗട്ട് എനി കണ്ടീഷൻ. അവിടെ ഒരു കണ്ടീഷണൽ ട്രാൻസ്ഫർ അല്ല. നമ്മൾ സെക്ഷൻ 27 വന്നപ്പം ഇൻ 27 ഇറ്റ് ടോക്സ് അബൌട്ട് എ കണ്ടീഷണൽ ഫസ്റ്റ് ട്രാൻസ്ഫർ. ആദ്യത്തെ 27 കണ്ടീഷണൽ ട്രാൻസ്ഫർ ആണ്. ആ കണ്ടീഷൻ നടന്നെങ്കിൽ മാത്രമേ ആ ട്രാൻസ്ഫർ ഫുൾഫിൽ ആവുള്ളൂ. അപ്പം 28 വരുമ്പോഴത്തേക്കും സെക്ഷൻ 28 വരുമ്പോഴത്തേക്കും അതൊരു കണ്ടീഷണൽ ട്രാൻസ്ഫറിനെ പറ്റിയല്ല പറയുന്നത്. ഇറ്റ് ടോക്സ് അബൌട്ട് എ നോർമൽ ട്രാൻസ്ഫർ വിത്തൗട്ട് എനി കണ്ടീഷൻ ആൻഡ് a condition subsequent which is attached to that transfer. അങ്ങനെ പറയുമ്പോൾ ട്രാൻസ്ഫർ will happen upfront. എന്നിട്ട് പറയും on the happening of certain events
this will be divested. അല്ലെങ്കിൽ ഇത് മറ്റൊരു മൂന്നാമതൊരാളിലേക്ക് പോകും. അപ്പൊ ഈ മൂന്നാമതുള്ള ഒരാളിലേക്ക് പോകും എന്നുള്ളതാണ് അവിടെ ഒരു അൾട്ടീരിയർ ഡിസ്പോസിഷൻ. ഫസ്റ്റ് ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട് ട്രാൻസ്ഫർ ടു എ. ഫോർ എക്സാമ്പിൾ, ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രോപ്പർട്ടി എക്ക് കൊടുക്കുവാണ് വിത്തൗട്ട് എനി കണ്ടീഷൻസ് പ്രീസിഡന്റ്. എന്നിട്ട് പറയുവാണ് ഇഫ് ദ പ്രോപ്പർ എക്ക് പോയിട്ട് നമ്മൾ പറയുവാണ് സി എക്ക് കിട്ടി. ഇതിന്റെ ആ ഡോക്യുമെന്റിൽ തന്നെ പറയുവാണ് ഇനി ഒരു പെർട്ടിക്കുലർ ഒരു ഇവന്റ് ഹാപ്പൻ ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ദിസ് പ്രോപ്പർട്ടി വിൽ ബി ഡൈവസ്റ്റഡ് ആൻഡ് ഇറ്റ് വിൽ ഗോ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഈസ് this is an example for condition subsequent. So property will go to A. എയുടെ കയ്യിൽ തന്നെ ഇരിക്കും. അതുകൊണ്ട് സംഭവമേ നടന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എക്ക് തന്നെ തുടരാൻ പറ്റും. ഇനി ഈ ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സംഭവിക്കുകയാണെങ്കിൽ then the property will be divested and the ulterior disposition that is to B will take effect. അങ്ങനെ അത് ബിക്ക് കിട്ടും. So this is a condition subsequent. ഇനി ഇതിൻ്റെ അകത്ത് വരുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 30 പറയുന്നത് ഈ ഒരു പ്രയർ ഡിസ്പോസിഷനെ പറ്റി പറയുന്നത്. സെക്ഷൻ 30 പറയുന്നത് പ്രയർ ഡിസ്പോസിഷൻ ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദി അൾട്ടീരിയർ ഡിസ്പോസിഷൻ. അല്ലെങ്കിൽ ഇത് അൾട്ടീരിയർ ഡിസ്പോസിഷന്റെ അതിന്റെ വാലിഡിറ്റി, ഇഫ് അൾട്ടീരിയർ ഡിസ്പോസിഷൻ ഈസ് ഇൻവാലിഡ് ദാറ്റ് വിൽ നോട്ട് അഫക്ട് ദ പ്രയർ ഡിസ്പോസിഷൻ. പക്ഷെ നേരെ തിരിച്ചു വരില്ല. ഈ പ്രയർ ഡിസ്പോസിഷൻ ഇല്ലീഗൽ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ കണ്ടീഷൻസ് ഇല്ലീഗൽ ആണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 25 നമ്മൾ പഠിച്ചതാണ്. സെക്ഷൻ 25 സെക്ഷൻ 25 നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻസ് ഇല്ലീഗലോ അതിന്റെ ഒബ്ജക്റ്റീവ് ഇല്ലീഗലോ ഒന്നും ആവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കണ്ടീഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനത്തെ ഒരു ഇല്ലീഗൽ കണ്ടീഷൻസ് ഉള്ള ഒരു പ്രയർ ഡിസ്പോസിഷൻ, ഫസ്റ്റ് ഡിസ്പോസിഷൻ തന്നെ ഇല്ലീഗൽ ആണെങ്കിൽ ദെൻ സെക്കൻഡ് അൾട്ടീരിയർ ഡിസ്പോസിഷൻ വിൽ ഓൾസോ ഫെയിൽ. അതേസമയം നേരെ തിരിച്ചു വരില്ല. ദാറ്റ് ഈസ് ക്ലാരിഫൈഡ് ഇൻ സെക്ഷൻ 30. സെക്ഷൻ 30 പറയുന്നത് എന്താണ്? അൾട്ടീരിയർ ഡിസ്പോസിഷനിൽ എന്തെങ്കിലും ഇൻവാലിഡിറ്റി ഉള്ള ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ പോലും ദാറ്റ് വിൽ നോട്ട് അഫക്ട് ദ വാലിഡിറ്റി ഓഫ് ദ പ്രയർ ഡിസ്പോസിഷൻ. കാരണം പ്രയർ ഡിസ്പോസിഷനെ അത് അഫക്ട് ചെയ്യില്ല. സോ ദാറ്റ് ഈസ് എൻഷ്രൈൻഡ് ഇൻ സെക്ഷൻ 30. ഇനി വരുന്ന ഒരു സെക്ഷൻ 41 വരുന്ന ഒരു ഡോക്ട്രിൻ ആണ് ഡോക്ട്രിൻ ഓഫ് ദിസ് ട്രാൻസ്ഫർ ബൈ ഓസ്റ്റൻസിബിൾ ഓണർ. നിങ്ങൾക്കറിയായിരിക്കും അതൊരു ബിനാമി ട്രാൻസ്ഫർ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരു സാധനമാണ്. ഓസ്റ്റൻസിബിൾ ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ പേഴ്സൺ ഇൻ പേപ്പർ ഓർ ബൈ ഡോക്യുമെന്റ്സ് ഹു ഈസ് ഹാവിംഗ് ദ ഓണർഷിപ്പ് ഓവർ എ പ്രോപ്പർട്ടി ബട്ട് ഇൻ റിയാലിറ്റി ഹി ഈസ് നോട്ട്. അപ്പൊ അതാണ് ദിസ് ഈസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ആൻ ഓസ്റ്റൻസിബിൾ ഓണർ ഈസ് എ ബിനാമി. ബിനാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആള് കൺസിഡറേഷൻ പേ ചെയ്യുകയും പ്രോപ്പർട്ടി മറ്റൊരാളിന്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷനാണ് ബിനാമി ട്രാൻസാക്ഷൻ. ഇഫ് ഐ പേ ദ കൺസിഡറേഷൻ for a particular property and the property is transferred to the person whom I am nominating, അല്ലെങ്കിൽ whom I am saying third party, വേറൊരാളുടെ പേരിലാണ് ആ പ്രോപ്പർട്ടി എഴുതി കൊടുക്കുകയും പക്ഷെ ഞാനാണ് പൈസ കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ സച്ച് കൈൻഡ് ഓഫ് എ ട്രാൻസ്ഫർ ഈസ് കോൾഡ് എ ബിനാമി ട്രാൻസാക്ഷൻ. ഇതിന്റെ എക്സംഷൻ ഉണ്ട്. മക്കളുടെ പേരിലും ഭാര്യയുടെ പേരിലും അങ്ങനെയൊക്കെ ഞാൻ കാശ് കൊടുത്ത് എന്റെ വൈഫിന്റെ പേരിലോ അല്ലെങ്കിൽ ഞാൻ കാശ് കൊടുത്ത് എന്റെ മക്കളുടെ പേരിലോ ഒക്കെ വാങ്ങുവാണെങ്കിൽ there is an എക്സംഷൻ. ഇത് 1988 വന്ന മറ്റേ ആക്ട് ആണ്. പക്ഷെ ആ ആക്ടിന്റെ അകത്തൊരു സബ്സ്റ്റാൻഷ്യൽ അമെൻമെന്റ്സ് വന്നൊരു വർഷമാണ് 2016. ഇപ്പൊ 2016 നമ്മുടെ ഈ ബിനാമി ട്രാൻസാക്ഷൻ പ്രൊഹിബിഷൻ ആക്ട് ഉണ്ട്. അപ്പൊ ആ ആക്ട് അത് 2016 that has been amended. So now the prohibition of Binami Property Transaction Act 1988 ആണ്. അത് 16 അമെൻഡ് ചെയ്തു. അപ്പൊ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി. അപ്പൊ ഒരു ബിനാമി എന്ന് പറയുന്നത് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ ആ ആക്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ബിനാമിയുടെ അടുത്ത് ഒറിജിനൽ ഓണറിന്, അതായത് പൈസ മുടക്കിയവന് ആ പ്രോപ്പർട്ടി എനിക്ക് തിരിച്ചെഴുതി തരാൻ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അത് ഈ ഒരു ആക്ടിൽ തന്നെ പ്രൊഹിബിറ്റഡ് ആണ്. A retransfer or a transfer of the property by the binami in favor of the person who is the real owner, അല്ലെങ്കിൽ who has paid the price. അപ്പൊ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഈ ആക്ടിൽ തന്നെ പ്രൊഹിബിറ്റഡ് ആണ്, പറ്റില്ല അത്. അപ്പം ഈ സെക്ഷൻ 41 പറയുന്നത് ട്രാൻസ്ഫർ ബൈ ഓസ്റ്റൻസിബിൾ ഓണർ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അകത്ത് എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇഫ് എ പേഴ്സൺ വിത്ത് കൺസെന്റ് ഓഫ് ദ ഓണർ ആക്ട്സ് ആസ് എ
ഓണർ ഓഫ് ദ റിയൽ ഓണറിന്റെ കൺസെന്റോട് കൂടി if a party acts as an owner or he is authorized to act as an owner of the property, അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ if he sells the property or he transfers the property for consideration to a third party, then the original owner cannot come and challenge the particular transaction saying that he is not authorized. അപ്പം ഒസ്റ്റൻസിബിൾ ഓണർ സെൽ ചെയ്താൽ പോലും ഒസ്റ്റൻസിബിൾ ഓണർ സെൽ ചെയ്യുന്ന ട്രാൻസാക്ഷൻ അതൊരു ജെനുവിൻ ഒരു വാലിഡ് ട്രാൻസാക്ഷൻ ആയിരിക്കും. അപ്പൊ ഈ ഒറിജിനൽ ഓണർ എന്ന് പറയുന്ന ആൾക്ക് വന്ന് ഇതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല, സെയിങ് ദാറ്റ് ഹി ഈസ് നോട്ട് ഓതറൈസ്ഡ് പ്രൊവൈഡഡ് ദി ട്രാൻസ്ഫറി ഹാസ് മെയ്ഡ് റീസണബിൾ എൻക്വയറി ആൻഡ് ആക്ടഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്. ഈ രണ്ട് കാര്യങ്ങളും കൂടെ അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അതായത് ഓണർ പേപ്പറിൽ മാത്രം ഓണർ ആയിട്ടുള്ള ഒരാൾ, അതാണ് ഒസ്റ്റൻസിബിൾ ഓണർ. അയാൾക്ക് അത് ഓണറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിലും ഡോക്യുമെന്റ്സിലും ഒക്കെ അയാൾ തന്നെ ആയിരിക്കും ഓണർ, അതിന്റെ ടൈറ്റിൽ ഹോൾഡർ ആയിട്ട് വരിക. പക്ഷെ ആക്ച്വലി ഇതിന്റെ പൈസ കൊടുക്കുകയൊക്കെ ചെയ്തത് പിന്നിൽ വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. അപ്പം ആ ഒറിജിനലായിട്ട് ഇതിന് പൈസ മുടക്കിയ ആളുടെ കൺസെന്റോട് കൂടിയാണ് ഇയാൾ ഇതിന്റെ ഡോക്യുമെന്ററി ഓണറായിട്ട് ഈ പ്രോപ്പർട്ടി ഓണറായിട്ട് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇഫ് സച്ച് എ പേഴ്സൺ ഹു ഈസ് ദ ഒസ്റ്റൻസിബിൾ ഓണർ ഹി transfers the property to a third party for valid consideration, the transfer is not voidable. അത് ചെയ്യാൻ പറ്റില്ല on the ground of non-authorization. So whatever transfers done by a binami transaction prohibited ആണ്. ഈ ബിനാമി പക്ഷെ വേറെ ഏതെങ്കിലും ഒരു ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ TPO വരുന്ന സമയത്ത് ഈ ബിനാമി ട്രാൻസാക്ഷൻ പ്രൊഹിബിഷൻ ആക്ട് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഇത് ഇത്ര ഇങ്ങനെയൊക്കെ വന്നത്. ഇപ്പം അത് പിന്നെ 88 വന്നാണ് ബിനാമി ട്രാൻസാക്ഷൻ പ്രൊഹിബിഷൻ ആക്ട്. എന്നാൽ ഈ കൺസെപ്റ്റ് അതിൽ കവേർഡ് ആണ്. അപ്പം ഒരു ഓസ്റ്റൻസിബിൾ ഓണർ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ട്രാൻസ്ഫർ കനോട്ട് ബി ചലഞ്ച്ഡ് പ്രൊവൈഡഡ് ദി ട്രാൻസ്ഫറി ഹാസ് ടേക്കൺ ഗുഡ് കെയർ ആൻഡ് ഹി ഹാസ് ആക്ടഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്. ഇനി ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഒറിജിനൽ ടൈറ്റിൽ ഹോൾഡറിന്റെ കൺസെന്റ് എന്ന് പറയുന്നത്, ഒറിജിനൽ ടൈറ്റിൽ ഹോൾഡർ അല്ല, ഹി ഈസ് ഒറിജിനലി ആൻ ഓണർ. ബിക്കോസ് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാല്, എന്റെ പൈസ കൊണ്ടിട്ട് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്, എന്റെ പൈസ കൊണ്ട് ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങി വേറൊരാളുടെ പേരിൽ ടൈറ്റിൽ കൊടുക്കുകയാണ്. അപ്പം ആക്ച്വൽ ഓണർ ഞാനാണ്, ആൻഡ് ഐ ആം ഗിവിംഗ് ദ കൺസെന്റ് ടു ഹിം ടു ഹോൾഡ് ദ പ്രോപ്പർട്ടി ഇൻ ഹിസ് നെയിം. അപ്പൊ അവിടെയാണ് കൺസെന്റ്. അപ്പൊ എന്റെ കൺസെന്റോട് കൂടിയാണ് ഹി ഈസ് ഹോൾഡിംഗ് മൈ പ്രോപ്പർട്ടി ആൻഡ് ഐ ഹാവ് ഗിവൻ ദ കൺസെന്റ് ദാറ്റ് ടു ഹോൾഡ് മൈ പ്രോപ്പർട്ടി ആസ് എ ടൈറ്റിൽ ഹോൾഡർ. അത് എന്റെ പ്രോപ്പർട്ടി ആണ്, ഓക്കെ, പക്ഷെ നിങ്ങൾ തന്നെ അത് ഡോക്യുമെന്ററി ഓണർ ആയിട്ട് കൈവച്ചോളൂ. സി മൈ കൺസെന്റ് ഈസ് ദർ. ആൻഡ് ഇഫ് ദാറ്റ് പേഴ്സൺ സെൽസ് ദ പ്രോപ്പർട്ടി, അങ്ങനെയാണെങ്കിൽ ദാറ്റ് സെയിൽ ഐ കനോട്ട് contest, saying that there is no authorization because the authorization is upfront. While I have given the authorization to him to hold the property, then that is sufficient. അതാണ് ഈ ഒരു ഒസ്റ്റൻസിബിൾ ഓണറിന്റെ ഇതിൽ പറയുന്നത്. ഇനി അല്ലാതെ ഓരോ സെയിലിന് മുമ്പും എൻ്റെ അടുത്ത് വന്ന ഓണർ ഞാൻ അത് വിറ്റോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൺസെന്റ് അല്ല ഈ ഒരു സെക്ഷൻ 41 പറഞ്ഞിരിക്കുന്ന കൺസെന്റ്. ദാറ്റ് കൺസെന്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ഹോൾഡിംഗ് ഓഫ് ദ പ്രോപ്പർട്ടി ആസ് ദ ഓണർ. അതിന്റെ കൺസെന്റിനെ പറ്റിയാണ് സെക്ഷൻ 41 പറയുന്നത്. ഇനി ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ടൈമായി, അതുകൊണ്ട് പറയാം. നമ്മുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ 48 ഒരു സാധനമാണ് പ്രയോറിറ്റി ഓഫ് റൈറ്റ്സ്. പ്രയോറിറ്റി ഓഫ് റൈറ്റ്സ് എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, when a person transfers the same property to different persons at different point of time, and all such rights cannot be exercised at the same time. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാള് ഒരു പ്രോപ്പർട്ടിയിൽ തന്നെ പല ഇൻട്രസ്റ്റ് പല ആൾക്കാർക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചോ, പല സമയത്തായിട്ട്. ഇപ്പൊ എന്റെ പ്രോപ്പർട്ടി, എനിക്ക് ഒരു 10 സെന്റ് സ്ഥലം ഉണ്ടെന്ന് വെക്കുക. ഞാൻ ഈ 10 സെന്റ് സ്ഥലം ഇന്ന് SBI കൊണ്ട് മോർഗേജ് ചെയ്തു. അതൊരു ട്രാൻസാക്ഷൻ 1 SBI ജനുവരി മാസത്തിൽ SBI കൊണ്ട് ഹൗസിംഗ് ലോണിന് മോർഗേജ് ചെയ്തു. അത് കഴിഞ്ഞ് മാർച്ച് ആയപ്പോൾ ഞാൻ ഇതേ പ്രോപ്പർട്ടി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയെ പോയി മോർഗേജ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡിസംബർ ആയപ്പോഴത്തേക്ക് ഞാൻ ഈ പ്രോപ്പർട്ടി മിസ്റ്റർ സഫി മോഹന് വിറ്റു. അപ്പം ഇങ്ങനെ വന്നപ്പം I have made 3 transactions in the property at 3 different points in time. അപ്പം ഒരേ പ്രോപ്പർട്ടിയിൽ തന്നെ
ഞാൻ ട്രാൻസ്ഫർ നടത്തി, പല പല ട്രാൻസ്ഫർ സെയിം പ്രോപ്പർട്ടിയിൽ തന്നെ പല പല സമയത്തായിട്ട് നടത്തി. ഇങ്ങനെ വരുവാണെങ്കിൽ in the absence of a contract to the contrary, അല്ലെങ്കിൽ in the absence of a special contract or reservation, all the subsequent transfers shall be subject to the what you call first transfer, the transfer which is prior in time. അതായത് ഓരോ ട്രാൻസ്ഫറും അതിന് മുമ്പ് ചെയ്ത ട്രാൻസ്ഫറിന് സബ്ജക്ട് ടു ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ആദ്യം SBIക്കാണ് മോർഗേജ് ചെയ്തത്. അപ്പം യൂണിയൻ ബാങ്കിന് രണ്ടാമത് മോർഗേജ്. അപ്പൊ യൂണിയൻ ബാങ്കിന് അതിലുള്ള റൈറ്റ് എക്സസൈസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കോടതി പോയി കഴിയുമ്പം യൂണിയൻ ബാങ്ക് വരുമ്പോൾ പറയും നോ യുവർ മോർഗേജ് ഈസ് ഓൺലി എ സെക്കൻഡ് ചാർജ്, ഫസ്റ്റ് ചാർജ് ഈസ് വിത്ത് SBI. അപ്പം SBIയുടെ ചാർജിന് സബ്ജക്റ്റീവ് ആയിട്ടേ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പൊ ഇതെന്തെങ്കിലും മോർഗേജ് ചെയ്ത് ഈ സാധനം എൻഫോഴ്സ് ചെയ്യുമ്പോഴത്തേക്കും SBIക്ക് ആയിരിക്കും ഫസ്റ്റ് ചാർജ് കിട്ടുക. പക്ഷേ സെക്ഷൻ 48 പറയുന്നു ഓരോ ഇതേപോലത്തെ ട്രാൻസ്ഫറും ഷാൽ ബി സബ്ജക്ട് ടു ദി പ്രീവിയസ് ട്രാൻസാക്ഷൻ ഓഫ് ദ സെയിം പ്രോപ്പർട്ടി. അങ്ങനെ വരുമ്പോൾ ഞാൻ ഡിസംബറിൽ സഫി മോഹൻ വിട്ടു. അപ്പൊ സഫി മോഹൻ വിറ്റു ഈ പ്രോപ്പർട്ടി കിട്ടിയെങ്കിലും ഈ സഫി മോഹൻ കൊടുത്ത ഈ സെയിൽ എന്ന് പറയുന്നത് ഷാൽ ബി സബ്ജക്ട് ടു ദ മോർഗേജ് വിച്ച് ഐ ഓൾറെഡി ക്രിയേറ്റഡ് ഇൻ ഫേവർ ഓഫ് SBI ആസ് വെൽ ആസ് യൂണിയൻ ബാങ്ക്. അപ്പൊ അതുകൊണ്ട് സഫി മോഹന് അത് ബുദ്ധിമുട്ടാണ്. കാരണം അതുകൊണ്ടാണ് നമ്മൾ ഈ എൻകുംബ്രൻസ് ഒക്കെ പരിശോധിക്കുന്നത്. നമ്മൾ വസ്തു വാങ്ങാൻ ചെല്ലുമ്പോൾ നമ്മൾ എൻകുംബ്രൻസ് പരിശോധിക്കുക. എന്താണ് ഈ പ്രോപ്പർട്ടിയിൽ ഇന്ന് എനിക്ക് വിൽക്കുന്നതിന് മുമ്പത്തെ ദിവസങ്ങളിൽ വേറെ ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 30 വർഷത്തെ നമ്മൾ നോക്കാറുണ്ട് ഈ ഒരു എൻകുംബ്രൻസ്. അങ്ങനെ നോക്കുന്നതിന്റെ ഉദ്ദേശം ഇതാണ്. ഈ സെക്ഷൻ 48 ആണ് അതിന് കാരണം. അതായത് എനിക്ക് ആരെങ്കിലും ഒരാൾ വസ്തു വിറ്റ് ഞാൻ വാങ്ങുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ആ വസ്തുവിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ എന്റെ ഫേവറിലുള്ള സെയില് വിൽ ബി സബ്ജക്ട് ടു ദോസ് ട്രാൻസാക്ഷൻസ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പഴയ ഈ ഒരു സാധനങ്ങളെ നോക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്തൊരു എക്സംഷൻ എന്ന് പറയുന്നത് ഇഫ് ദർ ഈസ് എ സ്പെഷ്യൽ കോൺട്രാക്ട് ഓർ റിസർവേഷൻ ടു ദ കോൺട്രറി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്പെഷ്യൽ കോൺട്രാക്ട് ഓർ റിസർവേഷൻ ടു ദ കോൺട്രറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ചാർജ് ഇപ്പം ഒരു മോർഗേജിന്റെ എഫക്ട് ചെയ്യാൻ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കലി സംഭവിക്കുന്നതാണ്. അതായത് കുറെ ബാങ്ക്സിന് ഒരാൾ പല ദിവസങ്ങളിലായിട്ട് കൊണ്ടുപോയി പ്രോപ്പർട്ടി മോർഗേജ് ചെയ്യും. ഡിസംബറിൽ വരെ, ജനുവരിയിൽ ഒരാൾക്ക് ജനുവരിയിൽ SBI, ഫെബ്രുവരിയിൽ UBI, മാർച്ചിൽ ICICI ബാങ്ക്, അല്ലെങ്കിൽ ഏപ്രിലിൽ HDFC ബാങ്ക്. അപ്പൊ ഇങ്ങനെ ഒരു 4-5 മോർഗേജ് ആയി. അപ്പൊ ആദ്യത്തെ ചാർജ് SBIക്ക് ആയിരിക്കും. അത് കഴിഞ്ഞ് യൂണിയൻ ബാങ്കിന് റൈറ്റ് വരും. അത് കഴിഞ്ഞിട്ട് മറ്റേ ICICIക്ക് വരും. അതും കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ HDFCക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് ഈ 48 പറയുന്നതാണ്. അപ്പൊ പക്ഷേ ഇതിന്റെ അകത്ത് ഈ ബാങ്ക്സ് എല്ലാം കൂടെ ചേർന്ന് ഒരു റിട്ടേൺ സ്പെഷ്യൽ കോൺട്രാക്ട് ഉണ്ടാക്കുകയാണ്. വിച്ച് സേസ് ദാറ്റ് ഓക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചാർജ് എല്ലാം പല ദിവസങ്ങളാണെങ്കിലും സോ വി വിൽ ഹാവ് ആൻ ഈക്വൽ ചാർജ് എന്ന് അവരൊരു സ്പെഷ്യൽ കോൺട്രാക്ട് ഉണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ പറയുവാണ് നോ HDFC വിൽ ഹാവിങ് എ പ്രയർ ചാർജ് ആൻഡ് ബാക്കി എല്ലാവരുടെയും ചാർജ് ഷാൽ ബി സബ്ജക്ട് ടു HDFC's ചാർജ് എന്ന് അവർ തമ്മിൽ, അതായത് ചാർജ് ഹോൾഡേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് അല്ലെങ്കിൽ ട്രാൻസ്ഫറീസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു സ്പെഷ്യൽ കോൺട്രാക്ട് ഉണ്ടാക്കി ഇതിനൊരു ഉണ്ടാക്കുവാണെങ്കിൽ ദെൻ ഈ ഒരു ഈ ടൈം വെച്ചിട്ടുള്ള പ്രയോറിറ്റി വരില്ല. കാരണം പാർട്ടീസിന് ട്രാൻസ്ഫറീസ് ദേ ക്യാൻ ഡിസൈഡ് ദി പ്രയോറിറ്റീസ് ബൈ എ സ്പെഷ്യൽ കോൺട്രാക്ട്. ബാങ്ക്സ് ഒക്കെ സ്ഥിരം ചെയ്യുന്നതാണ്. ഈ ഒരു എല്ലാവരും പല സമയത്ത് ഉണ്ടാക്കിയാണെങ്കിൽ അവരെല്ലാവരും കൂടെ പറയും ഓക്കെ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഈക്വൽ ആയിട്ട് വീതിച്ചെടുക്കാന്ന് പറഞ്ഞിട്ട് അവരൊരു ലെറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് മെൻഷൻഡ് ഇൻ 48. അപ്പം സാധാരണഗതിയിൽ ഒരേ പ്രോപ്പർട്ടിയിൽ പല ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ സെക്കൻഡ് ട്രാൻസാക്ഷൻ ഷാൽ ഓൾവേസ് ബി സബ്ജക്ട് ടു ദ ഫസ്റ്റ് ട്രാൻസാക്ഷൻ. അപ്പൊ ഇതാണ് പ്രയോറിറ്റി ഓഫ് റൈറ്റ്സ് വിച്ച് ഈസ് മെൻഷൻഡ് ഇൻ സെക്ഷൻ 48. ബാക്കിയുള്ളത് നമുക്കിനി ഓൾറെഡി ടൈം കഴിഞ്ഞു, അടുത്ത ദിവസം നമുക്ക് നോക്കാം. Different news reported in Hindu, which I consider it has a constitutional importance. And the second issue reported by this Hindu, which is I think is a constitutional